ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മൾ റെസിപ്പി എന്ന് പറയുന്നത് പഴം വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഇതിനാദ്യം നമ്മൾ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കോഴിമുട്ട, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുള്ള നമ്മുടെ മാവ് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഈ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ ഒന്ന് മൂത്ത് വരുന്ന സമയം നോക്കിയിട്ട് നമുക്കൊരു 3 ഏലക്ക ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1.5 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് നമ്മുടെ ഈ തേങ്ങയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരു ഭാഗം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഈ ഒരു സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാവിൽ നിന്ന് ഒരു 2 കയ്യിൽ മാവ് നമുക്ക് ഈ ഒരു പാനിൽ ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഈ മാവ് ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിലായിട്ട് നമുക്ക് തേങ്ങ അല്പം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള 2 പഴം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ദോശയുടെ മറ്റേ അറ്റത്തു നിന്ന് ഈ ഒരു അറ്റത്തേക്ക് ഈ ഒരു ദോശ മറിച്ചിട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ പാനിൻ്റെ ബാക്കി വരുന്ന ആ ഒരു സൈഡിൽ നമുക്ക് അല്പം കൂടെ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ദോശ ആക്കി എടുക്കാം. ഇനി അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ പോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ 2 പഴം വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഈ ഒരു സൈഡ് പിടിച്ചിട്ട് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്കൊരു 5 6 ലെയർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 6 ലെയർ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾ വീട്ടിൽ എന്തായാലും ഈ ഒരു സ്നാക്സ് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.